സാധനങ്ങളൊക്കെ തിന്നേണ്ടത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇതാ ഈ പച്ചക്കറി, ഈ ജിർജില്, ഇതാ ഈ മത്തന്, പപ്പായ, വെജ്, ഇതാ ഇങ്ങനത്തെ സാധനങ്ങൾ ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ തിന്നേണ്ടത്. അല്ലാതെ ഈ മന്തി ഇങ്ങനെ ആക്കിയിട്ട് മുതലരുത്. ഈ സാധനം ഡെയിലി തിന്നാല് അതിന്റെ തടിക്ക് വിറ്റാമിന്റെ സാധനങ്ങൾ അതൊക്കെ അങ്ങോട്ട് നോക്കി. ഇങ്ങനത്തെ സാധനങ്ങൾ അല്ല മട്ടന്, മന്തി അതിന്റെ ആഗ്രഹം വെച്ചിട്ട് തിന്നരുത്. ഇത് തിന്നാൻ കഴിയുന്നില്ല. അത് തിന്ന് നോക്കണം, കുറച്ച് തിന്നണം. ഇതൊക്കെ തന്നെ അറബി ഫുഡുകളാണ്. ഇലയാണ് തിന്നേണ്ടി. ജിർജില്, ഇത് ജിർജില് എന്ന സാധനമാണ്. ഇതിങ്ങനെ നമ്മൾ തിന്നണം. എന്താ മത്തന്, പച്ചക്കറി, പപ്പായ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചാൽ നമ്മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ മലയാളികൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളിലൊക്കെ ഇതാകുന്നത് മട്ടന്, ബീഫ് ഇത് തന്നെ നമ്മൾ കഴിക്കണേ. ഇതിലൊന്നുമില്ല. ഇതൊക്കെ അറബി ഫുഡുകളാണ്. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളങ്ങനെ തിന്ന് ഇങ്ങനെ ഓരോന്ന് വാങ്ങി കൊണ്ടുവരും, തിന്നും. അപ്പൊ ഇനി ഇവിടുന്നാണ്ട് എന്ത് വേണം? ഇങ്ങനത്തെ സാധനം തിന്നോണ്ടി. മനസ്സിലായില്ലേ? തിന്ന് നോക്കണം. അത് സൗദി ഫുഡാണ്. ഇതാണ് സൗദി ഫുഡ്. ഇതിൽ നമ്മള് പിന്നെ കസുണ്ട്, ജിർജിൽ, ഇതിനുള്ളിൽ എല്ലാം ഇതുണ്ട്. ഇതാ കണ്ടില്ലേ? ഇതിനുള്ളിൽ എല്ലാ സാധനവും ഇത് വെറുതെ അല്ലതാ. ഇതിൽ നമ്മളവിടെ ബീഫൊന്നുമല്ല. ഇത് നമ്മൾ തിന്നു കഴിഞ്ഞാല് നമുക്ക് രോഗം വരില്ല. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാവ കുടിക്കാം. നമ്മൾ മലയാളികൾ ഇതൊന്നും തിന്നൂല. ബീഫ്, മട്ടന് ഇത് തിന്നിട്ട് നമ്മൾ രോഗിയായി മരിക്കാണ്. മലയാളികൾക്ക് വല്ലാതെ ആയുസും ഇല്ല. ഇവനിങ്ങനെ പൊരിച്ചത് ഇങ്ങനെ തിന്നുകയാണ്. ഈ ഇല തിന്നണില്ലാതാ. ഈ ജിർജില് തിന്നണം ഡെയിലി. ആണോ? ബിസ്മില്ലായിട്ട് തിന്നാം. മടിച്ചരുത്. നമ്മളൊരു സാധനം മടിക്കണത്. പഴം കണ്ടോ? അതിനടുത്ത് ഒരു പഴം അത് തിന്നാ. പക്ഷെ ഇതിനോട് ഒരു പഴം തിന്നാ 100 പാലം ഒറ്റപ്പഴം അതിന്റെ കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയി ഒക്കെതാ ഇത് കണ്ടില്ലേ? ഇത് കിയാറാണ്. ഈ സാധനം ഒന്നും നമ്മളെ ആളുകൾ മലയാളികൾ തിന്നണില്ല. ഇതെന്താണ് ഇത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും. അത് പയറാണ്. ഇത് തിന്നാ. അതൊക്കെ നല്ല നല്ല സാധനങ്ങളല്ലേ. മറ്റേ നമ്മളെ തടിക്ക് കൊളസ്ട്രോൾ വരും. നമ്മൾ അറിയണില്ല. നമ്മൾ ഈ റമദാൻ കഴിക്കുമ്പോൾ പരിശോധിക്കുമ്പോ കൊളസ്ട്രോൾ ഏറെക്കാരും. പിന്നെ നമ്മൾ മരണത്തിന് കീഴടങ്ങും. നമ്മളെ പ്രവാസികളൊക്കെ അങ്ങനെ പോണേ. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഈ ഇലകളും ഈ പപ്പായ, മത്തൻ, വെജ് നല്ലോണം കഴിക്കുക. നമ്മൾ വെജ് കഴിക്കണതിൽ കുറവാണ്. വളരെ മോശമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇത് കഴിച്ചോ, അതാണ് കഴിക്കണ്ടേ. ഈ മന്തി വേണം, അത് വേണം തന്നെ നൂലോട്ടി ഇടയ്ക്ക് ഒരു മന്തിയൊക്കെ തിന്നോണ്ടി കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഇനി മറക്കരുത്. ശ്രദ്ധിക്കുക, തിന്നുക. ആയുസ് പടച്ചാൻ തരട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണം തിന്നുമ്പോൾ നമുക്ക് ആരോഗ്യം ചെല്ലും കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചാണ് കേട്ടോ. ഓക്കെ.